സംഘർഷങ്ങളിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയരുന്ന മീനം രാശി. മീനം രാശിക്കാരുടെ 2026, 2027, 2028 സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിന്റെ മഹാപ്രവചനമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമസ്കാരം മീനം രാശിക്കാരെ, നിങ്ങൾ ജലതത്വത്തിന്റെ പൂർണ്ണ പ്രതീകമാണ്. രാശിചക്രത്തിലെ അവസാനത്തെ രാശിയായിട്ടുള്ള മീനം രാശിയുടെ അധിപനാകട്ടെ വ്യാഴമാണ് അഥവാ ഗുരു. നമുക്ക് മീനം രാശിക്കാരുടെ 3 വർഷത്തെ സമ്പൂർണ്ണ ജാതകമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കേണ്ടത്. അതിനു മുമ്പായിട്ട് മീനം രാശിക്കാരുടെ സ്വഭാവത്തിലെ പ്രത്യേകതകളും മറ്റും ഒന്ന് പരിശോധിക്കാം. അത്യന്തം സഹാനുഭൂതിയുള്ളവരും കരുണയുള്ളവരുമാണ് മീനം രാശിക്കാർ. കല, കവിത, സംഗീതം തുടങ്ങി സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾ ഉള്ളവരായിരിക്കും. ആത്മീയതയിലേക്ക് ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ആകർഷണം അനുഭവപ്പെടും. സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്ന സ്വഭാവമാണ് ഇവരുടേത്. ശാന്തവും സമാധാനപ്രിയവുമായിട്ടുള്ള മനോഭാവമാണ് ഇവർക്ക്. നമുക്കിനി മീനം രാശിക്കാരുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. അമിതമായിട്ടുള്ള സെൻസിറ്റിവിറ്റി ഇവരുടെ ഒരു പോരായ്മയാണ്. ചെറിയ കാര്യങ്ങളും ഇവരുടെ മനസ്സിനെ ബാധിക്കാം. തീരുമാനമെടുക്കുന്നതിൽ ഇവർക്ക് എല്ലായ്പ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ടാകും. യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി സ്വപ്ന ലോകത്ത് ജീവിക്കാൻ ഇവർ താല്പര്യപ്പെടും. കൂടാതെ അമിതമായിട്ടുള്ള വിശ്വാസം മൂലം വഞ്ചിക്കപ്പെടാനും സാധ്യതയുണ്ട്. മീനം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കൂടി പറയാം. വികാരവും യുക്തിയും തമ്മിൽ സന്തുലിത പാലിക്കേണ്ടതായിട്ടുണ്ട്. ആത്മവിശ്വാസം വളർത്തുക, സാമ്പത്തിക നിയന്ത്രണം ശക്തമാക്കുക, അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. മീനം രാശിക്കാർ ജലദാനമാണ് പുണ്യകർമ്മമായിട്ട് ചെയ്യേണ്ടത്. അത് കുടിവെള്ളമാകട്ടെ എന്തുമാകട്ടെ ജലം ദാനം ചെയ്യുക. ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുക. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ജലം നൽകുക. കൂടാതെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ എല്ലാ വ്യാഴാഴ്ചയും ദർശനം നടത്തുക. ഓം ബൃഹസ്പതേ നമ, ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്ന മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ജപിക്കുക. ഇനി നാം പരിശോധിക്കാൻ പോകുന്നത് മീനം രാശിക്കാരുടെ ഒരു മഹത്തായ കാലചക്രത്തെ കുറിച്ചാണ്. മീനം രാശിക്കാർക്ക് 2026, 2027, 2028 എന്നീ വർഷങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. ജ്യോതിശാസ്ത്ര പ്രകാരം ഗ്രഹങ്ങളുടെ ഗതി അനുസരിച്ച് നിങ്ങളുടെ ജീവിതം മാറുന്നു. മീനം രാശിക്കാർക്ക് ഈ 3 വർഷങ്ങളിൽ അതെങ്ങനെ മാറും എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയം. കാല കർമ്മജ സ്വഭാവശ ഗ്രഹാണാം ഫലദായക. കാലവും കർമ്മവും ഗ്രഹങ്ങളും ചേർന്നാണ് നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് ഫലം തരുന്നത്. മീനം രാശിക്കാരെ കുറിച്ചുള്ള മഹാപ്രവചനത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് 2026 എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. 2026 എന്നത് മീനം രാശിക്കാർക്ക് സംഘർഷങ്ങളുടെ ആരംഭവും പരീക്ഷണ കാലവുമാണ്. 2026 മെയ് വരെയുള്ള സമയം 7.5 ശനിയുടെ മൂർധന്യ ഘട്ടമാണ്. കൂടാതെ രാഹു കേതുക്കളുടെ ദോഷവും പ്രഭാവവും ശക്തമാണ്. വ്യാഴമാകട്ടെ 4-ാം ഭാവത്തിൽ അനുകൂലമല്ലാത്ത സ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ മനസ്സിൽ സമ്മർദ്ദമുണ്ടാകാം, തൊഴിലിൽ തടസ്സങ്ങൾ ഉണ്ടാകാം, കുടുംബത്തിൽ ആശങ്കകളും ഉണ്ടാകാം. ഓം ശം ശനൈശ്വരായ നമ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതും ഗുണകരമാണ്. 2026 ജൂൺ 2-ാം തീയതി വ്യാഴം രാശി മാറി 5-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഭാഗ്യത്തിന്റെ ആദ്യത്തെ പൊൻകിരണം, അതിന്റെ വെളിച്ചം മീനം രാശിയിലേക്ക് എത്തുന്ന സമയമാണ്. വ്യാഴം 5-ാം ഭാവത്തിലേക്ക് എത്തുന്നത് വഴി തൊഴിലിൽ ഉയർച്ചയും വളർച്ചയും ഉണ്ടാകും. വിവാഹിതരാകാൻ കാത്തു നിൽക്കുന്നവർക്ക് വിവാഹയോഗം ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ആത്മവിശ്വാസത്തിൽ വർധനവുണ്ടാകും. ഓം ബൃഹസ്പതേ നമ എന്ന മന്ത്രത്തെ ഇക്കാലത്ത് ജപിക്കുക. അതോടൊപ്പം തന്നെ 2026 ജൂലൈ 27 ശനി വക്രഗതിയിലേക്ക് എത്തുകയാണ്. അത് സമ്മർദ്ദം കുറയ്ക്കുന്നതാണ്. 2026 ഏറ്റവും മികച്ച കാലഘട്ടമായിട്ട് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലത്തെ നമുക്ക് പറയാം. ഡിസംബർ മാസത്തിൽ രാഹു കേതുക്കൾ രാശി മാറുന്നു. അത് മീനക്കൂറുകാർക്ക് ഒരു പുതിയ തുടക്കം കൂടി കുറിക്കും. 2027 എന്നുള്ളത് മീനം രാശിക്കാർക്ക്, മീനക്കൂറുകാർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ്. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. 2027 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. വ്യാഴം ശക്തമായ സ്ഥാനത്താണ്. രാഹു കേതുക്കളും അനുകൂലമായിട്ടുണ്ട്. ഇതാണ് മീനം രാശിക്കാരുടെ ഈ 3 വർഷത്തെ ഏറ്റവും നല്ല കാലഘട്ടം, അതായത് സുവർണ കാലഘട്ടം എന്ന് പറയാം. അതുമൂലം തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്, ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകുന്നതാണ്, കുടുംബത്തിൽ സന്തോഷം നിറയുന്നതാണ്, ആത്മീയമായിട്ടുള്ള ഉണർവ് പൊതുവെ ഉണ്ടാകുന്നതാണ്.
ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെ ഇക്കാലത്ത് ജപിക്കുക. 2027 ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടം ജാഗ്രതയുടെ കാലമാണ്. വ്യാഴം വീണ്ടും ദുർബല സ്ഥിതിയിലേക്ക് മാറുന്നു. ശനിയുടെ വക്രഗതിയിൽ വ്യത്യാസമുണ്ടാകുന്നു. ഇക്കാലത്ത് ധനനഷ്ടം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാനസിക സമ്മർദ്ദവും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഓം കേം ഓം രാം രാഹോയെ നമ എന്നീ മന്ത്രങ്ങളെ ഇക്കാലത്ത് ജപിക്കുക. ഇനി മീനക്കൂറുകാർക്ക് 2028 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഈ 3 വർഷത്തിലെ അവസാനത്തെ അഥവാ സമാപന വർഷമാണ്. ഇതൊരു വിജയ വർഷമാണ് മീനക്കൂറുകാർക്ക് എന്ന് തന്നെ പറയണം. 7ര ശനിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വലിയ ആശ്വാസം അതുമൂലം ഉണ്ടാകുന്നതാണ്. 2028 ജൂലൈക്ക് ശേഷം തൊഴിലിൽ ഉന്നതി ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ വിജയങ്ങൾ ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ സ്ഥിരതയും കൈവരിക്കാൻ സാധിക്കും. മനോജപം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി എന്ന ഹനുമത് മന്ത്രത്തെ നിത്യം ഈ കാലത്ത് ജപിക്കുക. കൂടാതെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും കേൾക്കുന്നതും ഉത്തമമാണ്. ശനീശ്വര പ്രാർത്ഥനകൾ ചെയ്യുക. കൂടാതെ മഹാവിഷ്ണുവിനെ ഭജിക്കുക. ജാതകപ്രകാരം അനുകൂലമാണെങ്കിൽ പുഷ്പരാഗം ചൂണ്ടുവിരലിൽ ധരിക്കുക. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയപ്പെട്ട മീനൻ രാശിക്കാരെ, ഈ 3 വർഷം നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണവും ഉയർച്ചയും അവസരങ്ങളും ഒരുമിച്ച് കൊണ്ടുവരുന്ന കാലഘട്ടങ്ങളാണ്. ഓർമ്മിക്കേണ്ടത് ഇതുമാത്രമാണ്: കഷ്ടകാലം എന്നത് ശാശ്വതമല്ല. ഗ്രഹചക്രം മാറും, വീണ്ടും ഭാഗ്യം തെളിയും. ജ്യോതിഷം എന്നത് ഒരു മാർഗദർശനം മാത്രമാണ്. നിങ്ങളുടെ കർമ്മമാണ്, പരിശ്രമമാണ് യഥാർത്ഥ ശക്തി. ഇപ്പോൾ നാം പറഞ്ഞത് ഗോചരപ്രകാരം അഥവാ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി പ്രകാരം നക്ഷത്രവശാൽ അഥവാ നക്ഷത്ര രാശിവശാൽ ഉള്ള ഫലങ്ങളാണ്. ഒരു വ്യക്തിയുടെ ജീവിത ഫലങ്ങളെ നിശ്ചയിക്കുന്നത് ലഗ്നവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലഗ്നാൽ ഇപ്പോഴുള്ള നക്ഷത്ര ഫലങ്ങളും അതിനായിട്ട് നമുക്ക് കുറച്ചെങ്കിലും പരിഗണനയിലേക്ക് എടുക്കണം. ലഗ്നം മീനൻ രാശിക്ക് അനുകൂലമാണെങ്കിൽ ഈ ഫലങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കിട്ടും. പ്രതികൂലമാണെങ്കിൽ ചിലപ്പോൾ ദോഷഫലങ്ങൾക്ക് ആധിക്യം കൂടാം. അതേപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും ജാതകാലുള്ള ഗ്രഹദശാകാലവും കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം ഓരോ വ്യക്തികളുടെയും അവരുടെ ഫലങ്ങളെ നിശ്ചയിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ജ്യോതിഷ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.